പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാട്ടിക്കിളിയെ നിന്നെ പുണരാനായി കൊതിയൂറും മാറിക്കാറും. പൂവിളികൾക്കും പൂക്കളങ്ങൾക്കും പൂത്തുമ്പികൾക്കും പൂനിലാവിനുമൊപ്പം ഏവർക്കും 1000 പൊന്നോണാശംസകൾ. പൂക്കളവും പൂവിളിയും ഓണസദ്യയും ഓണക്കോടിയുമായി ഒരോണം കൂടി. കള്ളവും ചതിവുമില്ലാത്ത ഒരു നല്ല കാലത്തെ സ്മരിച്ചുകൊണ്ട് ഈ ഓണക്കാലം എത്തുമ്പോൾ ഏവർക്കും നന്മകൾ നേരുന്നു. സ്വാഗതം സിറ്റി എക്സ്ചേഞ്ച് ഹൃദയത്തുടിപ്പുകളിലേക്ക്. ഖത്തറിലെ വാർത്തകളും വാർത്താധിഷ്ഠിത വിശേഷങ്ങളുമായി എത്തുന്നു ഖത്തർ വിശേഷങ്ങൾ. നമസ്കാരം, എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഖത്തർ വിശേഷത്തിലേക്ക് സ്വാഗതം. ഖത്തറിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് എംബസിയുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും എംബസിയുടെ സേവനങ്ങൾ കൂടുതൽ പ്രവാസികളിലേക്ക് എത്തിക്കുമെന്നും കോൺസുലർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുമെന്നും ജീവൻ ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ നിയുക്ത അംബാസിഡർ സഞ്ജീവ് അറോറ പറഞ്ഞു. We have a very accomplished and a vibrant community here in the state of Qatar, and our community is really a strong bond that exists between India and Qatar. You know, they are the bridge between the two countries, and both India and their host country Qatar greatly appreciate their important contribution to the friendship and cooperation between the two countries. തൊഴിലിനോട് പ്രതിബദ്ധത നിലനിർത്തുകയും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്നവരാണ് ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾ. പ്രവാസി ഇന്ത്യക്കാരുടെ 100ഓളം സംഘടനകൾ ഖത്തറിൽ പ്രവർത്തിക്കുന്നു. രാജ്യത്തിന്റെ ബഹുസ്വര സ്വഭാവമാണ് ഈ സംഘടനകൾ പ്രതിഫലിപ്പിക്കുന്നത്. സന്നദ്ധ സേവന രംഗത്ത് ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. പ്രവാസി ഇന്ത്യൻ സമൂഹവും ഖത്തറിലെ സ്വദേശി സമൂഹവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് താൻ ഊന്നൽ നൽകുന്നത്. എല്ലാ മേഖലകളിലും ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം വളരെ നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ഉഭയകക്ഷി വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും നിക്ഷേപ രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആരായുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അഭിമാനിക്കാവുന്ന നാടാണ് കേരളമെന്ന് സഞ്ജീവ് അറോറ അഭിപ്രായപ്പെട്ടു. A substantial segment of our community from the beautiful and progressive state of Kerala, you know, which is well known for its rich history, for its wonderful cultural diversity, for its places of tourism, and for so many achievements. You know, this is the only state in India with 100% literacy, and we are very proud of the traditions and the accomplishments of the state of Kerala. നിയമനം സംബന്ധിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നുള്ള ഔദ്യോഗിക രേഖ ഖത്തർ അമീറിന് കൈമാറാത്തതിനാൽ നിയുക്ത അംബാസഡറായി തുടരുകയാണ്. രാജ്യത്തെ സ്വകാര്യ സ്വതന്ത്ര സ്കൂളുകളുടെ 2012-2013 അധ്യയന വർഷത്തെ അവധി സംബന്ധിച്ച് സുപ്രീം വിദ്യാഭ്യാസ കൗൺസിൽ ഏകീകൃത കലണ്ടർ പ്രഖ്യാപിച്ചു. ഇനി മുതൽ ഖത്തറിലെ എല്ലാ സ്കൂളുകളും അവധിക്കായി അടയ്ക്കുന്നതും തുറക്കുന്നതും ഒരേ സമയത്തായിരിക്കുമെന്ന് സുപ്രീം വിദ്യാഭ്യാസ കൗൺസിൽ അറിയിച്ചു. സ്കൂളുകൾക്ക് ഏകീകൃത കലണ്ടർ വേണമെന്ന രക്ഷിതാക്കളുടെ ആവശ്യമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ സ്കൂളുകളിൽ ഏപ്രിലിൽ ആരംഭിക്കുന്ന അടുത്ത അധ്യയന വർഷം മുതലായിരിക്കും ഏകീകൃത കലണ്ടർ നടപ്പിലാക്കുക. അടുത്ത അധ്യയന വർഷം ജൂൺ 13 മുതൽ സെപ്റ്റംബർ 9 വരെയാണ് വേനലവധി. എന്നാൽ സ്കൂൾ ജീവനക്കാർക്ക് ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 5 വരെയായിരിക്കും വേനലവധി. ഖത്തറിലെ ക്യൂ മലയാളവും ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററും സംയുക്തമായി FCCയിൽ സംഘടിപ്പിച്ച ഈദ് ഓണം സംഗമം ശ്രദ്ധേയമായി. ഖത്തറിലെ നിരവധി പ്രവാസി സമൂഹങ്ങൾ അണിനിരുന്ന ഈ സാംസ്കാരിക കൂട്ടായ്മയിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും കായിക കലാമത്സരങ്ങൾ അരങ്ങേറി. കുട്ടികളുടെ സർഗാത്മക കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്യൂ മലയാളം പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ക്യൂ മലയാളം ഭാരവാഹിയായ ബിജുരാജ് അഭിപ്രായപ്പെട്ടു.
ഖത്തറിലെ പ്രവാസി സമൂഹവും ഓണത്തപ്പനെ വരവേറ്റു. സ്കൂൾ അവധിയായതിനാൽ കുട്ടികൾ ഒത്തുകൂടുന്നതിനും ഓണക്കളികൾ കളിക്കുന്നതിനും അവസരം ലഭിച്ചതിലുള്ള സന്തോഷത്തിലാണ്. മിക്ക സ്ഥാപനങ്ങളും പതിവിൽ നിന്ന് മാറി ഓണാഘോഷം നടത്തുകയുണ്ടായി. ഖത്തറിലെ പ്രധാന ബ്യൂട്ടി സെന്ററായ ദോഹ ബ്യൂട്ടി സെന്റർ, പ്രെറ്റി ലുക്ക് ഹെയർ സെന്റർ, ലേഡി ഇൻ ബ്യൂട്ടി സെന്റർ എന്നിവർ സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. ദോഹ ഷാലിമാർ പാലസിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ നടി മല്ലിക സുകുമാരൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ദോഹയിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അവർ വ്യക്തമാക്കി. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. കാരണം ഞാൻ ഈ കണ്ട കാലം അത്രയും ഓണം ആഘോഷിച്ചിരിക്കുന്നത് വളരെ ചെറുപ്പം മുതൽ എൻ്റെ നാട്ടിലെ കേരളത്തിലാണ്. ദിസ് ഈസ് ഫാന്റാസ്റ്റിക്. കാരണം ഇത്രയും ഒരു ബഹളം ഞങ്ങളുടെ വീട്ടിൽ പോലും ഇല്ല. ഞങ്ങളെല്ലാവരും കൂടി ഒരു സദ്യ ഉണ്ടോന്നല്ലാതെ അതിനപ്പുറത്തോട്ടുള്ള ഓണാഘോഷമൊക്കെ വളരെ കുറവാണല്ലോ ഇപ്പോൾ. വിവിധ രാജ്യക്കാരെ ഉൾപ്പെടുത്തി നടത്തിയ ഓണാഘോഷ പരിപാടി ഒരു വ്യത്യസ്ത കാഴ്ചയായിരുന്നു. ഖത്തറിലെ വാർത്തകളും വാർത്താധിഷ്ഠിത വിശേഷങ്ങളുമായി അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം. Your happiest moments. Children's education. Your dreams. Celebrations. Your family. Parents. When you think about your loved ones, send money from City Exchange. City Exchange, Doha, Qatar. There's so much to look forward to. Doha Bank. Argon Global, best of the breed solutions in every discipline of engineering. We focus on developing our technological capabilities in every phase of engineering. We offer total solutions in telecommunications, data communications, electronic security, and information technology fields. From building automations to software solutions, from disaster recovery to fire protection. The best of everything in technologies and technology consulting. Technology matters. For you, forever, Apollo Gold. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. നല്ല ഡോക്ടർ, മെഡിക്കൽ സെന്റർ, നല്ല മെഡിസിൻ. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ഖത്തറിലെ നസീം അൽ റബീഹ് മെഡിക്കൽ സെന്ററും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ, ദോഹ, ഖത്തർ. സഫ പ്യൂർ ഡ്രിങ്കിംഗ് വാട്ടർ ആധുനിക സാങ്കേതിക തികവിലൂടെ നിപുണരായ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഉന്നത ഗുണനിലവാരം ഉറപ്പുവരുത്തി വിപുലമായ വിതരണ സേവനത്തിലൂടെ അതിവേഗം നിങ്ങളുടെ കൈകളിലെത്തുന്നു. സഫ പ്യൂർ ഡ്രിങ്കിംഗ് വാട്ടർ ഗുണമേന്മയുടെ മികവിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നേടിയ ശുദ്ധജല വിതരണ ശൃംഖല. സഫ പ്യൂർ ഡ്രിങ്കിംഗ് വാട്ടർ. ടെലിഫോൺ 44606699. സഫ, putting purity in your hands. Your happiest moments. Children's education. Your dreams. Celebrations. Your family. Parents. When you think about your loved ones, send money from City Exchange. City Exchange, Doha, Qatar. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആരവങ്ങളോടെ ഈ പ്രവാസ ജീവിതത്തിൽ മാധുര്യമുള്ള ഓർമ്മകൾ ഏകിക്കൊണ്ട് ഒരു ഓണക്കാലം കൂടി നമ്മെ തേടി വരവായി. എല്ലാ ജീവൻ TV പ്രേക്ഷകർക്കും ഓണാശംസകൾ. കർക്കിടകക്കരി മേഘങ്ങളുടെ അരികിൽ സ്വർണ്ണ നിറം പൂണ്ട കസവുകര നെയ്തതുപോലെ പൊൻവെളിച്ചവുമായി ശ്രാവണ സൂര്യന്റെ വരവായി. ഇനി എങ്ങും പൂവിളികളും ആർപ്പുവിളികളും മാത്രം.
വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്കു ശേഷം വന്നെത്തിയ പെരുന്നാളിന്റെ ആവേശം കെട്ടടങ്ങും മുമ്പേ തന്നെ വിയർപ്പൊഴുക്കുന്ന മലയാളി മനസ്സുകളിൽ പൂമഴ പെയ്യിച്ചുകൊണ്ട് പൊന്നോണത്തിന്റെ തിരയിളക്കം ദൃശ്യമായി കഴിഞ്ഞു. മറുനാടൻ മലയാളി മനസ്സുകളിൽ എന്നും ആർദ്രമായ ഓർമ്മയാണ് ഓണക്കാലം. മലയാളികളും അവരുടെ കൂട്ടായ്മകളും എവിടെയുണ്ടോ അവിടെ അവർ അവരുടെ ഓണസ്മൃതികളെ പുനരാവിഷ്കരിക്കും. ഓണം, പൂക്കളം, ഓണസദ്യ എന്നിങ്ങനെ ക്ലീഷേ ഡയലോഗ് അടിച്ച് മിന്നിമറിയുന്ന താരങ്ങളുടെ കൂടെയല്ല ഹൃദയത്തുടിപ്പുകൾ ഓണം ആഘോഷിക്കുന്നത്. ദോഹയിൽ ഈ തിരുവോണ നാളിൽ ആഹ്ലാദത്തിന്റെ അലകൾ തിരയടിക്കുമ്പോൾ നമ്മോടൊപ്പം ഓണം ആഘോഷിക്കാൻ എത്തിയിരിക്കുന്നത് ഒരു വലിയ കുടുംബം തന്നെയാണ്. ഇനി അല്പസമയം അവരുടെ ഓണാഘോഷങ്ങളിലേക്ക്. നമസ്കാരം, ഏവർക്കും ഓണാശംസകൾ. വളരെ ഉഷാറുള്ള ഒരു കുടുംബത്തിനോടൊപ്പമാണ് ഇപ്രാവശ്യത്തെ എന്റെയും ഒപ്പം ജീവൻ TV പ്രേക്ഷകരുടെയും ഓണം. സോ ഈ പരിപാടിക്ക് ഒരു ഉഗ്രൻ തുടക്കം തന്നെ ആയിക്കോട്ടെ. കുട്ടിപ്പാടാളം, ഒരു ഓണപ്പാട്ട് പാടത്തിന് മുമ്പേ ഓക്കെ പറഞ്ഞു. സോ എനിവേ പാട്ട് തുടങ്ങാം അല്ലേ? മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം നമുക്ക് എപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് മാവേലിയാണ്. ഈ കുടുംബത്തിൽ ഇന്ന് ആരാണ് മാവേലി? അമ്മാവൻ. അമ്മാവനോട് തന്നെ ആദ്യത്തെ ചോദ്യം. അമ്മാവൻ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും മൂത്ത ആളാണ്. ഒരു കാരണവർ സ്ഥാനം അമ്മാവനാണ്. അമ്മാവൻ തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തിക്കാൻ. എൻ്റെ പേര് ജയചന്ദ്രൻ, ഇതെൻ്റെ ഭാര്യ ഇന്ദിര, ഇത് സുധീഷ് ഭാര്യ മഞ്ജു, സന്തോഷ് ഭാര്യ ആശ, ബിജു ഭാര്യ ലക്ഷ്മി. അവയും അവരുടെ കൊച്ചുങ്ങളുമായിട്ട് ഞങ്ങൾ ഓണം ആഘോഷിക്കുകയാണ്. അമ്മാവനാണ് ഇവിടുത്തെ സീനിയർ മോസ്റ്റ്. അതുകൊണ്ട് തന്നെ അമ്മാവൻ്റെ അത്രയും ഓണം ഇവിടെ ആരും അത്രയും സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയും ആഘോഷിച്ചിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ചും ഞങ്ങളും ഈ കുട്ടികളും. അമ്മാവൻ്റെ പഴയ ഓണ അനുഭവങ്ങൾ, ഓണ ഓർമ്മകൾ ഞങ്ങൾക്ക് വേണ്ടിയും പിന്നെ ഇവർക്ക് വേണ്ടിയും കൂടെ ഒന്ന് പങ്കുവെക്കാം. ആദ്യത്തെ ഓണം നാട്ടിലായിരുന്നു. അന്നത്തെ ഓണം അല്ല ഇന്നത്തെ ഓണം. ഇന്നെല്ലാം വാങ്ങുന്ന എല്ലാം ഇൻസ്റ്റൻ്റ് ഓണമാണിപ്പം. അന്നെല്ലാം വീട്ടിലുണ്ടാക്കി ഉപ്പേരിയും എല്ലാം വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഓണമായിരുന്നു. അന്നത്തെ ഓണത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ഓണത്തിൻ്റെ എൻജോയ്മെൻറ്റ് ഇപ്പം കിട്ടുന്നില്ല. എന്തായിരുന്നു ആ എൻജോയ്മെൻറ്റ്? എസ്പെഷ്യലി അന്ന് അമ്മാവൻ ശരിക്കും യൂത്ത് ആണ്. അപ്പോൾ ആ അടിച്ചുപൊളി അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വന്ന് അല്ല, തലേന്ന് തന്നെ ആൾക്കാരെല്ലാം കൂട്ടുകാരും എല്ലാമായിട്ട് കൂടിയിട്ട് ഉപ്പേരി വറക്കും. അങ്ങനെയുള്ള എൻ്റെ ഇടയ്ക്ക് ഉപ്പേരി എടുത്തുകൊണ്ട് പോവുകയും തിരിച്ചു വരികയും ആൾക്കാരുമായിട്ട് ഓടി നടന്ന് ഊഞ്ഞാൽ ആടുകയും അങ്ങനെയുള്ള ഒരുപാടുള്ള കഥകളൊക്കെ അന്നുണ്ടായിരുന്നു. ഇന്ന് അതൊന്നും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഓണം എങ്ങനെയാണ്? നിങ്ങൾ ഒരു അത്യാവശ്യം എല്ലാവരും ഇവിടെ ഉണ്ട്, കുടുംബമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും അധികം കുടുംബാംഗങ്ങളെ നമ്മളവിടെ മിസ് ചെയ്യുന്നുണ്ടാവില്ല. എന്നാലും എങ്ങനെയാണ് ഇവിടുത്തെ ഓണം ആഘോഷിക്കുന്നത്? ഇപ്പം നാട്ടിനേക്കാൾ ഭേഷായിട്ട് ഇവിടെ ആഘോഷിക്കുകയാണ്. എങ്ങനെയാണ് ഊണിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? പായസങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അതോ എത്ര കൂട്ടം പായസം ഉണ്ടാക്കും? അതൊക്കെയാണല്ലോ നമ്മൾ ചോദിക്കണ്ടേ. ഞങ്ങൾ തലേ ദിവസം തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് രാവിലെ എല്ലാവരും വന്ന് റെഡിയാക്കി വെച്ച് വിളക്കൊക്കെ കത്തിച്ച് അത് കഴിഞ്ഞാണ് ഞങ്ങൾ തുടങ്ങുന്നത്. എല്ലാ കൂട്ടുകാരെയും വിളിച്ച് ഉച്ചയൂണ് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര കാലമായി അമ്മായി വന്നിട്ട്? 20 വർഷമായി. 20 വർഷം ഇവിടെ തന്നെയായിരുന്നു ഓണം. അപ്പം ഈ ഓണവും നാട്ടിലത്തെ ഓണവും കൂടെ അമ്മായിക്ക് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് പാചകത്തിൻ്റെ കാര്യത്തിൽ, വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ. പാചകം അവിടെ ഇവിടെ എല്ലാവർക്കും ഒരേപോലെ ഒരുക്കണമല്ലോ. ഓണമല്ലോ, എല്ലാം വേണമല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും തലേന്ന് പിറ്റേന്നും പായസം വരെ ഉണ്ടാക്കി ഗംഭീരമായിട്ട് സദ്യ എടുക്കും. ഇന്നിവിടെ എന്താ സ്പെഷ്യൽ ഉള്ളത്? ആരാ ഇന്നിവിടുത്തെ മെയിൻ ഷെഫ്? ലക്ഷ്മി ആൻറ്റി, ഇന്നെന്താണ് ഇവിടെ സ്പെഷ്യൽ ഉള്ളത്? ഞങ്ങൾക്ക് എന്താ സ്പെഷ്യൽ തിരുവോണമായിട്ട്? തിരുവോണമായിട്ട് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. സദ്യ ഒരുക്കിയിട്ടുണ്ട്, പായസം വെച്ചിട്ടുണ്ട്. പായസം? സേമിയ പായസം. ഇവിടെ പിള്ളേർ സെറ്റും സേമിയ പായസത്തിനോട് പ്രിയമുള്ളവരാണോ? ആണോ? ഞാൻ എന്താ മോന് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാ? സേമിയ പായസം. സേമിയ പായസം മാത്രമേ ഉള്ളൂ? കറിയൊന്നും ഇഷ്ടമല്ല? പരിപ്പ്. പരിപ്പും പപ്പടവും ഇങ്ങനെ നിങ്ങൾ സ്കൂളിലൊക്കെ ഓണം ആഘോഷിക്കാറില്ലേ? ഇല്ല, വെക്കേഷൻ ആയതുകൊണ്ട് അധികം ഉണ്ടാവാറില്ല അല്ലേ? അവര് ഹോളിഡേ തരും. ഓക്കെ, അതുകൊണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ച് രാവിലെ വിഷൊക്കെ ചെയ്യില്ലേ ഓണത്തിന്?
അത്യാവശ്യം ഫ്രണ്ട്സിനെ വിളിച്ച് വിഷ് ചെയ്യും. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ വീട്ടിലൊരു ചെറിയ പാട്ടുകാരി ഉണ്ടെന്ന്. അശേന്തി, ഈ ഓണം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. ഇത്രയും നന്നായിട്ട് പാട്ട് പാടുമെന്ന് ഇവർ പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. വളരെ നന്നായി പാടി. ശരിക്കും ഇപ്പോഴാണ് ഓണത്തിൻ്റെ ഒരു ഫീല് നമുക്ക് എല്ലാവർക്കും കിട്ടിയത്. Your happiest moments. Children's education. Your dreams. Celebrations. Your family. Parents. When you think about your loved ones, send money from City Exchange. City Exchange, Doha, Qatar. Feel fresh, save money. Safari Mall, world-class shopping experience. ഷഹനാസ് ഹുസൈന്റെ ഖത്തറിലെ ഏക അംഗീകൃത സ്ഥാപനം ദോഹ ബ്യൂട്ടി സെന്റർ, ഷഹനാസ് ഹെർബൽസ് ബ്യൂട്ടി, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെന്റർ, ബിൻ മഹ്മൂദ്, 44313773, 44365772. Doha Beauty Center, Shahnaz Herbals, Lulu Hypermarket near airport, 44675747. Pretty Look Hair and Beauty Center, Al Mundaza, 44376896. Pretty Look Hair and Beauty Center, Shahnaz Herbals, Qatar Foundation, Education City Housing, Community Lulu Express, 44801001. Doha Beauty Center, Doha, Qatar. Argon Global, best of the breed solutions in every discipline of engineering. We focus on developing our technological capabilities in every phase of engineering. We offer total solutions in telecommunications, data communications, electronic security, and information technology fields. From building automations to software solutions, from disaster recovery to fire protection. The best of everything in technologies and technology consulting. Technology matters. Al Suwaid Trading Company. Great support for the booming Qatar. We are specialized in sewage and raw water supply, sewage collection and disposal, waste management, non-potable water supply, heavy equipment rental, manpower supply, tune and wash the sand supply, transportation, real estate and building material supply. Our sister concerns, Sandfloor Trading and Project Development Company, Abstent Trading and Contracting Company, Al Suwaid Trading Company, Suwaid Plaza, Salal Muhammad, Doha, Qatar. Feel fresh, save money. Safari Mall, world-class shopping experience. Shalimar Palace, Crazy Signal, Airport Road, Doha, Qatar.
അമ്മാവൻ നമുക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞു. നിങ്ങളുടെ കുറച്ചും കൂടി ന്യൂ ജനറേഷൻ ആയിരിക്കും. എന്താണ് നിങ്ങൾക്ക് ഓണത്തിന്റെ അനുഭവങ്ങൾ നാട്ടില്? ഞങ്ങളുടെ നാട്ടില് പ്രത്യേകിച്ച് ഓച്ചിറയിൽ ഓണത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ കരടികളി. സാധാരണ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ പുലികളിയാണ് ഉള്ളതെങ്കിൽ കൊല്ലം ഭാഗങ്ങളിൽ കരടികളി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. വളരെയധികം അങ്ങനെ ഇതിലൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ അടുത്ത കാലത്തൊരു ചാനലിൽ പിന്നെ കരടികളി വീണ്ടും കാണിക്കുന്നതായിട്ട് കണ്ടു. കരടിയുടെ രൂപത്തിൽ ശരീരത്തെല്ലാം ഓലയ്ക്കാലിങ്ങനെ കീറി കെട്ടിയിടും. ഫുൾ ദേഹം മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഓലയ്ക്കാൽ കെട്ടി ഫുള്ള് രോമം വലിയ നീണ്ടതുള്ള രോമം പോലെ ഇരിക്കും. പിന്നെ തലയിൽ ഒരു പാള വെച്ചിട്ട് തലയുടെ ഭാഗത്ത് പാളയിൽ കരടിയുടെ രൂപം മുഖം വരച്ചു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് കരടിയായിട്ട് കിടന്ന് തുള്ളും രാത്രിയിൽ. കൂടുതലായിട്ടും കുട്ടികളാണ് രാത്രി ഇതിനിറങ്ങുന്നത്. അതൊരു പിരിവിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അന്ന് കുട്ടികൾക്ക് ഓണം ആഘോഷിക്കാൻ കുറച്ച് ഉള്ളൊരു വട്ടച്ചെലവും കൂടെ അതിൽ നടക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതൊരു രസമായിരുന്നു. ചെണ്ടയൊക്കെ ആയി കരടിയും അതിനുവേണ്ടി 2-3 ദിവസം പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ചില സ്റ്റെപ്സൊക്കെ ഉണ്ട്, അതുപോലെ എടുത്ത് കരടി കളി വളരെ രസകരമായ ഒരു സംഗതിയാണ്. പക്ഷെ ഈയിടെ ആയിട്ട് അതൊന്നും കണ്ടിട്ടേ ഇല്ല. ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതൊരു രസമായിരുന്നു. ഞങ്ങൾ കുട്ടികളായിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു അതൊക്കെ. പിന്നെ നാട്ടിൽ പലപ്പോഴും ഓണാഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലബ്ബുകളാണല്ലോ അത് കൊണ്ട് നടക്കുക എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള മത്സരങ്ങളുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞങ്ങളുടെ ഉറിയടി ആ സമയത്ത് നടത്താറുണ്ട്. ഉറിയടി, പിന്നെ കണ്ണ് കെട്ടി കുടമടി, പിന്നെ വടംവലി മത്സരം, പിന്നെ അടയ്ക്കാൻ മരത്തേൽ എണ്ണയും പിന്നെ മുട്ടയുടെ ഇതും കൂടെ തേച്ചിട്ട് അടയ്ക്കാൻ മരം അറിയില്ലേ? അടയ്ക്കാൻ മരം ശരിക്കും ചീകി അതിനെ അങ്ങ് നീറ്റാക്കും. എന്നിട്ട് അതിൽ മുട്ടയുടെ കരുവും പിന്നെ എണ്ണയും കൂടെ തേച്ചിട്ട് അതിൽ മേളിൽ പിടിച്ച് കയറാം. അതൊരു മത്സരമാണ്. പക്ഷെ രസകരമായ മത്സരമായിരുന്നു അതൊക്കെ. പിന്നെ ഓച്ചിറയിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 28ാം ഓണം. ഓച്ചിറ അമ്പലത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. 28ാം ഓണത്തിന് വളരെ പ്രശസ്തിയുണ്ട് ഓച്ചിറയിൽ. അന്ന് കാളകെട്ടുണ്ട്. പിന്നെ അതായത് എന്നെക്കാളിൽ വൃത്തിയായിട്ട് ശരിക്കും അമ്മാവൻ പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഞാനൊക്കെ കണ്ടതിനേക്കാൾ ഒരുപാട് കൂടുതൽ അമ്മാവനും അമ്മാവിയൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ 2-3 കെട്ട് വൈക്കോല് കൊണ്ടാണ് ഈ കാളയെ കെട്ടുന്നത്. ഇതിന് ഇതിന് മുമ്പുള്ള കാലങ്ങളിൽ ഒരു വലിയ വീട്ടുകാരുടെ ഒരു കുടുംബത്തിൻ്റെ വകയായിട്ടാണ് കാള കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത് കരക്കാരുടെ വകയാണ്. ഓരോ കരക്കാരാണ് ഇതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അങ്ങനെ കരയിൽ നിന്ന് പിരിവുകളൊക്കെ എടുത്തിട്ട് അവരുടെ വകയായിട്ട് ഓരോ കരയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഓച്ചിറ കൊണ്ടുവന്നിട്ട് അവിടെ ഇത് അമ്പലത്തിന് 3 ചുറ്റടിച്ചിട്ട് അവിടെ കൊണ്ടുവെക്കുക. ഇത് ഏറ്റവും വലിയ കാളയും നല്ല കാളയ്ക്കും ഓച്ചിറയിൽ നിന്ന് സമ്മാനങ്ങളുമുണ്ട്. അപ്പം ആൾക്കാർ 56 കരയിൽ നിന്ന് ഓരോ കരയിൽ നിന്നും 1-2 കാള വീതം കാണും. അവർ ഈ വാശിയോട് കൂടിയിട്ട് ഏറ്റവും നല്ലതാക്കി കൊണ്ടുവരാനുള്ള വാശിയോട് കൂടിയിട്ട് അവരിത് ചെയ്യുന്നു. കാള കെട്ടുകാളയാണിത്. വലിയ ഹൈറ്റുള്ള കാളയാണ്. വലിയ കാളയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ ഹൈറ്റുള്ള കാളയാണിത്. വലിയ തലയും ഒക്കെയുള്ള കാളയാണ്. പിന്നെ ഇത് തിരിച്ചവിടെ കൊണ്ടുപോകുന്ന ഇതിനെ അഴിച്ചിട്ട് ട്രക്കിനാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. ഇവിടെ കരയിൽ നിന്ന് തന്നെ കെട്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. തിരിച്ചാണ് ഇതിനെ കെട്ടി അഴിച്ചിട്ടാണ് തിരികെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രയും വലിയ കാളയാണിത്. 56 കരയിലെ ആൾക്കാർ ഒരുമിച്ച് 56 കരയിൽ നിന്ന് ഓരോരുത്തരും 1-2 കെട്ടുകളുണ്ടാകും. ഇപ്രാവശ്യം തിരുവോണം വീക്ക് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴും പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാർ കാണും. കാരണം ഓഫീസിൽ പോകുന്നവരുണ്ട്. പക്ഷെ എല്ലാവരും ഇവൻ കുട്ടികൾക്ക് ഹോളിഡേയ്സ് ആണ്. പക്ഷെ എല്ലാവരും ഓഫീസിലൊക്കെ വന്ന് ഓണം ഒരുമിച്ച് ആഘോഷിക്കുന്നു. അത്ഭുതമായിരിക്കും. എങ്ങനെയാണ് നിങ്ങളിത് മാനേജ് ചെയ്ത് പോകുന്നത് ഈ വീക്ക് ഡേയ്സ് വരുമ്പോൾ? കഴിഞ്ഞ പ്രാവശ്യം ഫ്രൈഡേ ആയിരുന്നു ഓണം. അപ്പം നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. ഈ പ്രാവശ്യം എങ്ങനെ? ഈ പ്രാവശ്യം വീക്ക് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ചില ബ്രദേഴ്സിന് അവർ അവധി എടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ ഹാഫ് ഡേ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഇന്നലെ രാത്രി എല്ലാവരും വന്നിട്ട് പലഹാരവും പച്ചക്കറിയും എല്ലാം ഒരുമിച്ച് എല്ലാം ഇരുന്ന് അരിഞ്ഞ് പായസം എല്ലാം ഉണ്ടാക്കിയിട്ട് അതാണ് സന്തോഷം. കാരണം പിള്ളേർക്ക് ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുണ്ട്. നാട്ടിലെ ക്ലബ്സ് ഓണം ആഘോഷിക്കുന്നത് പോലെ ഒരാഴ്ച നീണ്ടു നിന്നില്ലെങ്കിലും ഓണക്കാലത്ത് അല്ലെങ്കിൽ കൂടി ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞോ ഇവിടെ സംഘടനകൾ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഒത്തുചേർന്ന് ഓണസദ്യയും ഓണപ്പാട്ടുകളും ഓണക്കളികളും ഒക്കെ ആയിട്ട് ഓണം ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് എന്താണ് സുധീഷേട്ട പറയുന്നത്? ഇവിടെ സംഘടനകൾ ഓണാഘോഷം നടത്തുന്നത് ഒരു ഓണം തുടങ്ങിയാൽ അടുത്ത വിഷു വരെ ഓണം ആഘോഷിക്കാറുണ്ട്.
അടുത്ത വിഷു ആഘോഷിക്കുന്ന അടുത്ത ഓണം വരെയാണ്. അപ്പോൾ അത് ഒരു 6 മാസമാണ് ഓണാഘോഷം നീണ്ടു നിൽക്കുന്നത്. പിന്നെ ഇവിടെ സംഘടനകൾക്ക് ഒരുപാട് സംഘടന, ഇപ്പം ധാരാളം സംഘടന, മലയാള സംഘടനകൾ ഉള്ളതുകൊണ്ട് സംഘടനകളുടെ സൗകര്യാർത്ഥമാണ് ഓണം വയ്ക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ വെള്ളിയാഴ്ച ദിനങ്ങളിൽ മാത്രമേ ഓണം ആഘോഷിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പല സംഘടനകളും ഓണത്തിൻ്റെ എല്ലാ ആൾക്കാരുടെ സൗകര്യാർത്ഥമാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പല സംഘടനകളും കൂട്ടായ്മയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിലോ അല്ലെങ്കിൽ അതുപോലെ ഓഡിറ്റോറിയത്തിലോ എവിടെയെങ്കിലും ആയിരിക്കും വെച്ച് ഓണം നടത്തുന്നത്. അവിടെ തലേദിവസം എല്ലാവരും ഒത്തുകൂടി ഈ പച്ചക്കറികളും മറ്റുള്ള സാധനങ്ങൾ അറേഞ്ച് ചെയ്ത്, മാത്രം ഈ തലേദിവസം സദ്യ കഴിക്കുന്നതിനേക്കാൾ ഉപരി തലേദിവസം ആ ഒരു കൂട്ടായ്മയിലാണ് എല്ലാവരും സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, എല്ലാവർക്കും വളരെ സന്തോഷകരമാണ് ഈ ഒരു കൂട്ടായ്മ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. നീണ്ടുകിടക്കുന്ന പാടങ്ങളും അവയെ വേർതിരിക്കുന്ന വരമ്പുകളും പയ്യാരം പറഞ്ഞു പോകുന്ന ചെറുമികളും കാളപൂട്ടുന്ന കർഷകന്റെ ആവേശാരവങ്ങളും കാലത്തിന്റെ ഭ്രാന്തമായ ഒഴുക്കിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പൂക്കളും പഴങ്ങളും ധാന്യങ്ങളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് മലയാളികളുടെ മുന്നിലെത്തുന്നത്. ഒട്ടും വിയർക്കാതെ കൈ കഴുകി ഉണ്ണാനിരിക്കുന്ന മലയാളികളുടെ മനസ്സാണ് ഇനി മാറേണ്ടത്. കേരളം വീണ്ടും കാർഷിക വൃത്തിയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ഖ്യാതി തന്നെ നമ്മുടെ നാടിന് നഷ്ടമായിത്തീരും. വരും തലമുറയെങ്കിലും മണ്ണിന്റെയും തിരുവോണത്തിന്റെയും മാഹാത്മ്യം തിരിച്ചറിയും, തീർച്ച. അതുകൊണ്ട് ഹൃദയത്തുടിപ്പുകൾക്ക് ഇന്ന് പ്രത്യാശയുടെ ഓണമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഒരു ഓണക്കാലം കൂടി വിട പറയുന്നു. ഇനിയുള്ള വർഷം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരോണം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പൂവിളി പൂവിളി പൊന്നോണമാ